യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ രക്തത്തെയും നിങ്ങളുടെ അഭിമാനത്തെയും അത് പരസ്പരം അതിനെ പിച്ച് ചീന്തുന്നത് നിങ്ങൾക്ക് ഹറാമാണ്. ആ ഒരു കാരണവുമില്ലാതെ മറ്റൊരുത്തൻ്റെ രക്തം ചിന്താനോ അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനോ അവൻ്റെ സമ്പത്ത് അപഹരിക്കാനോ, നമ്മൾ പ്രസവിച്ച് വീഴുമ്പോൾ ഒന്നുമില്ലാതെ വന്നവരാണ്, ഒന്നുമില്ലാതെ 3 കഷ്ണം ഏറ്റവും വില കുറഞ്ഞ തുണിയിൽ പൊതിഞ്ഞു പോകേണ്ടവരാണ്. പക്ഷേ നമ്മളൊരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി, ഒരടി സ്ഥലത്തിന് വേണ്ടി എന്തെല്ലാം യുദ്ധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടാര കൊണ്ട് കുത്തി മലർത്തുന്ന മക്കൾ ഇന്നേ വരെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ടൊരു സെൻറ്റ് സ്ഥലത്തിൻ്റെ തർക്കത്തിന് വേണ്ടി ഉമ്മ എന്ന് വിളിക്കാത്ത മക്കൾ, ഇതെല്ലാം വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ സഹോദര, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കും? മാത്രമല്ല, ഈ ആഖിറു സമാനിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും മരിക്കേണ്ടവരാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാ. പക്ഷേ മരിക്കുമെന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിലും നമ്മളെല്ലാവരും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. 1500 കൊല്ലം മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം, ഒരാളുടെ രക്തവും ഒരാളുടെ സമ്പത്തും ഒരാളുടെ അഭിമാനവും എല്ലാം പരസ്പരം ഹറാമാണ്. നമ്മളെ കാരണം കൊണ്ട് ഒരാളുടെ അഭിമാനത്തിന് വേദനയുണ്ടാകരുത്, ഒരാളുടെ സമാധാനം നമ്മളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല. എന്നിട്ട് ഹബീബായ തങ്ങളാ വിളംബരം നടത്തിയിട്ട് പറഞ്ഞു, അതെല്ലാം പരിശുദ്ധമാണ്, അതെല്ലാം പവിത്രമാണ്. നമുക്ക് 2 വാക്ക് പറയാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും മറ്റുള്ളവരെ പറ്റി. പക്ഷേ നമ്മൾ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കാനോ അതല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്താനോ, നമ്മൾ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അഭിമാനം ഒരു മനുഷ്യന് വലുതാണ്. അതുകൊണ്ടത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നിട്ട് മുത്തുനബി പറയാണ്, കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എത്രയാണോ അതുപോലെ അന്യൻ്റെ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കണേ, അന്യൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കണേ, അന്യൻ്റെ ശരീരത്തോട് അന്യായമായി നിങ്ങൾ അക്രമം ചെയ്യരുത്. ഫീ ബലദിക്കും ഹാദാ, ഈ നാടിൻ്റെ പവിത്രത പോലെ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഫീ ശഹരിക്കും ഹാദാ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്.